മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനിൽ അക്കര കത്ത് നൽകും. മുകേഷിന്റെ ഹർജി പരിഗണിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, ഇന്നലെയാണ് 5 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നത്. ഇപ്പോൾ അതിലാണ് ഒരു അഭിപ്രായ ഭിന്നതയുമായി അനിൽ അക്കര രംഗത്തെത്തിയിട്ടുള്ളത് ജഡ്ജിക്കെതിരെ. തീർച്ചയായും അനുജ, ഇന്നലെയാണ് 5 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അനിൽ അക്കര രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് രാവിലെ മുതൽ തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം പല ആളുകളും തന്നെ വിളിച്ചിരുന്നു. അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഉത്തരവുണ്ടായതെങ്കിലും ഇന്ന് രാവിലെ തന്നെ നിരവധി ആളുകൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. CPM നേതാവുമായി, അതായത് പ്രത്യേകിച്ച് തൃശൂർ CPM ജില്ലാ സെക്രട്ടറിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് തൃശൂർ ജില്ലാ ജഡ്ജി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഒരു രജിസ്ട്രാർക്ക് പരാതി നൽകാൻ താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അനിൽ അക്കര പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത ആളായതുകൊണ്ട് തന്നെ ഇതിൽ സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലെല്ലാം തന്നെ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് ജില്ലാ ജഡ്ജിയെ മാറ്റണം എന്നൊരു ആവശ്യമാണ് അനിൽ അക്കര മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകുമെന്ന് അനിൽ അക്കര അറിയിച്ചു. ഇന്നോ നാളെയോ തന്നെ ഈ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അനിൽ അക്കര അറിയിക്കുന്നുണ്ട്. അനുജ, മുകേഷിന് മുൻകൂർ ജാമ്യം ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണം എന്നുള്ള ആവശ്യവുമായാണ് അനിൽ അക്കര രംഗത്തെത്തിയിട്ടുള്ളത്.